കഴിഞ്ഞ ദിവസമാണ് അവശയായി ആശുപത്രിയിൽ മൂക്കിൽ ട്യൂബുമായി കിടക്കുന്ന വീഡിയോ നടൻ ബാലയുടെ മുൻ ഭാര്യ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ കണ്ടത്. അതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഹമ്മദാബാദിലെ BJ ആശുപത്രിയിൽ അമിതമായി ഗുളികകൾ കഴിച്ച് അവശനിലയിൽ എലിസബത്തിനെ കണ്ടെത്തുകയായിരുന്നുവെന്ന് വിവരമുണ്ട്. തുടർന്ന് അതേ ആശുപത്രിയിൽ തന്നെ എലിസബത്തിനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവർ ഇപ്പോഴും ചികിത്സയിലാണ്. താൻ മരിച്ചാൽ നടൻ ബാലയാണ് അതിന് ഉത്തരവാദിയെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ എലിസബത്ത്. ഒപ്പം ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമുണ്ട്. നീതി കിട്ടിയില്ലെങ്കിലും ചാവുന്നതിനു മുൻപും തനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തും. പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി. കുറെ നാടകങ്ങൾ കണ്ടു. കുറെ ദിവസങ്ങൾക്കു ശേഷം നന്നായി ഉറങ്ങാൻ പറ്റി. അങ്ങനെയൊരു സമാധാനമുണ്ട്. സെയിം കമന്റ് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള പൊങ്കാല കമന്റുകളും കണ്ടിരുന്നു. ഞാൻ ചത്താലും ആരും തിരിഞ്ഞു നോക്കില്ലെന്നാണ് കരുതിയത്. എന്നാൽ തിരിഞ്ഞു നോക്കിയതിന് നന്ദിയെന്നും എലിസബത്ത് പറയുന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫേക്കാണെന്ന് പറയുന്നവരോട് എന്റെ കയ്യിലെ നീര് കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഞാൻ ബെറ്ററായി എന്ന് പറയാൻ തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ കോളും ഞാൻ കണ്ടിരുന്നു. ആ രണ്ടുപേരും എനിക്ക് നന്നായിട്ടറിയാം. അതിൽ ഇന്റർവ്യൂ ചെയ്യുന്നയാൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ഗസ്റ്റ് ഹൗസിലെ മെയിൻ ആളാണെന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നു. അതിൻ്റെയെല്ലാം സ്ക്രീൻ റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ചാവാൻ റെഡിയായി നിൽക്കുന്നൊരാളെ നിങ്ങൾ പരിഹസിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും ഒന്നും സംഭവിക്കാനില്ല. എന്ത് കേസ് വന്നാലും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ്. വേറൊരാളുടെ മുമ്പിൽ വെച്ച് വരെ പീഡിപ്പിച്ചുവെന്ന് ഒരു പെണ്ണുവെന്ന് പറഞ്ഞിട്ടും വില കൽപ്പിക്കാത്ത ആൾക്കാർക്ക് ഞാൻ ഈ അവസ്ഥയിലും വീഡിയോ ചെയ്യുന്നതാണ് തെറ്റായി തോന്നുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ റെഡിയാണെന്നും എലിസബത്ത് പറയുന്നു. എനിക്കെതിരെ ഒരു കൗണ്ടർ കേസും ഒപ്പം അജു അലക്സിനെതിരെ അടുത്തിടെ കമ്മീഷണർ ഓഫീസിലും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടിരുന്നു. എന്നാൽ എനിക്കിതുവരെ ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ആരാണ് ഫേക്കെന്ന് അതിൽ നിന്നും മനസ്സിലാകും. കൗണ്ടർ കേസിൽ ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പ് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീടത് പങ്കാളിയായി. നീ ഭാര്യയാണെന്നാണ് എന്നോട് പറഞ്ഞത്. വിവാഹ ചടങ്ങ് നടത്തിയതും പരിപാടികളിൽ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നതുമെല്ലാം എല്ലാവരും കണ്ടതാണല്ലോ. ഇങ്ങനെ പറഞ്ഞു നടന്നത് മറ്റു ഭാര്യമാരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യ ഭാര്യയെ അയാൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നതിന് പ്രധാന കാരണം അയാളും അയാളുടെ അമ്മയുമാണ്. എന്റെ ഭാര്യ എലിസബത്താണ്. എന്റെ സ്വത്തിന് അവകാശി അവളാണെന്ന് പറഞ്ഞ് അയാൾ എനിക്കൊരു വീഡിയോയും ചെയ്തു തന്നിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്നെ ചതിക്കുകയല്ലേ ചെയ്തതെന്ന് എലിസബത്ത് ചോദിക്കുന്നു. പറഞ്ഞു പറ്റിച്ച് ചതിച്ചു. 30 ലക്ഷം കൊടുത്ത് ബാല കൊണ്ടുവന്ന ലിവർ ഡോണറുടെ കാര്യത്തിലും തെളിവുണ്ടെന്നും എലിസബത്ത് അവകാശപ്പെടുന്നു. അത് മുക്കാൻ അയാളുടെ പണത്തിന് കഴിയുമോ എന്ന് അറിയില്ല. എന്നോടാണെന്ന് ഡൊണേഷന്റെ കാര്യവും കാശ് കൊടുക്കുന്നുണ്ടോ എന്നും ബന്ധപ്പെട്ടവർ ചോദിച്ചത്. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ പീഡിപ്പിച്ച സമയത്ത് ഞാൻ 3 ദിവസം തുടർച്ചയായി പല രീതിയിൽ ആത്മഹത്യാ ശ്രമം നടത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയപ്പോൾ പോലീസുകാരുടെ പേര് പരാതിയിൽ ഉൾപ്പെടുത്താൻ അവർ സമ്മതിച്ചില്ല. ഞാൻ പ്രശ്നക്കാരിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ എന്നെ ഒഴിവാക്കിയില്ല? 8 മാസം പ്രേമിച്ചിട്ടായിരുന്നു വിവാഹം. അന്ന് തനിക്കൊപ്പം ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പണിക്കാരിയാണെന്ന് പറഞ്ഞു. അത് പണിക്കാരിയല്ലായിരുന്നു. അത് തെളിയിക്കാനുള്ള തെളിവുമുണ്ട്. നീതി കിട്ടിയില്ലെങ്കിലും ചാവുന്നതിനു മുൻപും എല്ലാം പുറത്തുവിടും. ഇപ്പോൾ ഈ ചെയ്തത് കിഡ്നിയെ ബാധിച്ചേക്കും. നീതി കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും പോകും. സിനിമാ മോഹം പറഞ്ഞു വരുന്ന മൈനറും മേജറുമായ പെൺകുട്ടികളെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന ഒരാളെ ആളുകൾ ഇത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നും എലിസബത്ത് ചോദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നും എലിസബത്ത് പറയുന്നു.